മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ മാതാ അമൃതാനന്ദമയിക്ക് സാധിച്ചുവെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അമൃതാനന്ദമയി സംസാരിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ സർക്കാരിന്റെ ആദരം മന്ത്രി നേരിട്ടെത്തി സമ്മാനിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത ഒരേയൊരു വ്യക്തിയേ ഉള്ളൂ. അത് മാതാ അമൃതാനന്ദമയിയാണ്. ഇതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് മാതാ അമൃതാനന്ദമയിക്ക് സംസ്ഥാന സർക്കാർ ആദരം നൽകിയത്. നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ശ്രീ കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങളാണ് മാതൃഭാഷയായ മലയാളത്തിലൂടെ ലോകത്തിന് മുന്നിൽ മാതാ അമൃതാനന്ദമയി പരിചയപ്പെടുത്തിയതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അമ്മ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ 25ാമത് വാർഷികമാണ് ഇന്ന് ഇവിടെ കടന്നുപോയത്. അമ്മയ്ക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു, അഭിനന്ദനം അർപ്പിക്കുന്നു. മലയാളിക്ക് വേണ്ടിയും മലയാളത്തിന് വേണ്ടിയും എല്ലാ ഭാവുകളും അമ്മയ്ക്ക് ഞാൻ നേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസയും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. അമൃതവർഷം 72 വേദിയിൽ ഐക്യരാഷ്ട്രസഭയിലെ ആ പ്രസംഗം പുനരവതരിപ്പിക്കപ്പെട്ടപ്പോൾ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി അമൃതപുരിയിലെത്തിയ ആയിരങ്ങൾ ഹർഷാരവം മുഴക്കി. മലയാള ഭാഷയ്ക്ക് രൂപവും ഭാവവും നൽകിയവരെ ബഹുമാനിക്കുന്നുവെന്നും ഈ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് തന്നെ സമർപ്പിക്കുന്നുവെന്നും മാതാ അമൃതാനന്ദമയി. ഇത് കേരള ഭാഷയ്ക്ക് സമാനം കേരള ഭാഷയ്ക്ക് തന്നെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഈ വിശ്വത്തിൽ നമ്മുടെ ഒന്നുമില്ല, ലൈസന്റാണ്, വിശ്വത്തിൻ്റെതാണ്. ഈ ഭാഷയ്ക്ക് രൂപവും ഭാവവും ഭംഗിയും അർത്ഥവും നൽകിയവരെ ഞാൻ നമിക്കുന്നു. മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രചോദിപ്പിക്കണമെന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞു. ആർ അരുൺരാജ്, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.